ലോട്ടറിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയാണ് ഓണം ബമ്പറിനുള്ളത്. 30 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന ബമ്പർ ടിക്കറ്റ് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തിറക്കിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 25 കോടി രൂപയായിരുന്നു ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം. എന്നാൽ ഇപ്പോഴിതാ 5 കോടിയുടെ വർധനവ് വരുത്തിയാണ് ഓണം ബമ്പർ വിപണിയിലെത്തിയത്. ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ല. 500 രൂപയിൽ തന്നെ നിരക്ക് നിലനിർത്തിയിട്ടുണ്ട്. സമ്മാനത്തുക കുത്തനെ വർദ്ധിപ്പിക്കുകയും ടിക്കറ്റ് നിരക്ക് അതേപടി തന്നെ നിലനിർത്തുകയും ചെയ്തതോടെ കൂടുതൽ ഭാഗ്യാന്വേഷികൾ ഓണം ബമ്പറിൽ ഭാഗ്യം പരീക്ഷിക്കുമെന്ന് ഉറപ്പാണ്. ഒന്നാം സമ്മാനത്തിന് അർഹരാകുന്നവർ ഉൾപ്പെടെ ആകെ 22 പേർക്കാണ് ബമ്പർ ടിക്കറ്റിൽ കോടീശ്വരന്മാരാകാനായി സാധിക്കുക. 1 കോടി വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമായി നൽകുന്നു. മൂന്നാം സമ്മാനം 25 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പേർക്കും കൂടാതെ 5000 മുതൽ 500 വരെയുള്ള സമ്മാന തുകകൾ, ലക്ഷക്കണക്കിന് സമ്മാനങ്ങൾ ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അച്ചടിച്ച പേപ്പർ ലോട്ടറി ടിക്കറ്റുകൾ മാത്രം അംഗീകൃത ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ നേരിട്ട് വാങ്ങേണ്ടതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ പേയ്മെന്റ് ലിങ്കുകൾ എന്നിവ വഴി വിൽപ്പന ഉണ്ടായിരിക്കില്ലെന്ന് ലോട്ടറി വകുപ്പ് അറിയിച്ചു. ഓണം ബമ്പറിലെ ആകെ സമ്മാന തുക 125.54 കോടി രൂപയാണ്. ആവശ്യകതയനുസരിച്ച് 90 ലക്ഷം വരെ ടിക്കറ്റുകൾ പുറത്തിറക്കും. ഓണത്തിന് മുന്നോടിയായി ബമ്പർ ടിക്കറ്റുകൾക്ക് വലിയ തോതിലുള്ള വിൽപ്പനയാണ് പതിവായി ഉണ്ടാകാറുള്ളത്. 2022 ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാന തുക അവസാനമായി പരിഷ്കരിച്ചത്. അന്നത് 12 കോടി രൂപയിൽ നിന്നും 25 കോടി രൂപയായി ഉയർത്തിയിരുന്നു. അതേസമയം ബമ്പറിന്റെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 26 ശനിയാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗോർഖി ഭവനിൽ വെച്ചാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ലോട്ടറി നറുക്കെടുപ്പെല്ലാം നടത്താറുള്ളത്. ഓണം ബമ്പറും നറുക്കെടുക്കുന്നത് ഇവിടെ വെച്ച് തന്നെയായിരിക്കും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.